ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു വിങ്സ് അക്കാഡമി. നമ്മുടെ 9ാം ക്ലാസ്സിലാ സർക്കിൾ മെഷേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോണത്. ഓക്കെ, അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് സർക്കിൾ മെഷേഴ്സ്? സർക്കിളിനെ മെഷർ ചെയ്യുക. അപ്പോ സർക്കിളിലെ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കണം. ഓക്കെ, സർക്കിളിലെ രണ്ട് കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ അറിഞ്ഞിരിക്കണം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പോ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കാണാം. ഓക്കെ, എന്താ സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറയും. എന്താ പറയാ? സർക്കംഫറൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാലും പെരിമീറ്റർ എന്ന് പറഞ്ഞാലും ഉദ്ദേശിക്കണ ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോ എന്താണ് സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ രണ്ട് രീതിയിൽ സർക്കിളിലെ പെരിമീറ്റർ കാണാൻ പറ്റും. അതിൽ ഒന്നാണ് സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് തരുന്നതെങ്കിൽ, സർക്കിളിന് എന്താ ഡയാമീറ്റർ ആണ് തരുന്നതെങ്കിൽ എന്താണ്? പൈഡി. എന്താ മക്കളെ? പൈഡി. സർക്കിളിന്റെ ഡയാമീറ്റർ ആണ് തരുന്നതെങ്കിൽ പെരിമീറ്റർ ആണുള്ള ഇക്വേഷൻ ആണ് പൈഡി. അല്ലെങ്കിൽ സർക്കിളിന്റെ റേഡിയസ് ആണ് തരുന്നതെങ്കിൽ അതിന്റെ എന്ത്? പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ ആണ് 2πr. എന്താ? 2πr. എന്താ? അപ്പൊ പെരിമീറ്റർ, സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ കാണാം? രണ്ട് രീതിയിൽ കാണാം. ഒന്നാണ് പൈഡി, പൈഡി. ഡയാമീറ്റർ ആണ് തരുന്നതെങ്കിൽ പൈഡി, അഥവാ അല്ലെങ്കിൽ റേഡിയസ് ആണ് തരുന്നെങ്കിൽ വിചാരിക്കാം. അപ്പൊ സർക്കിളിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്നാണ് 2πr. എന്താ? 2πr. അപ്പോ ഇനി അടുത്താണ് സർക്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം. സർക്കിളിന്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ആണ് എന്താ? അറിയോ? ഓർക്കണ്ട, പഠിപ്പിച്ചിരുന്ന ക്ലാസ്സിൽ ഓർക്കണ്ട. എന്താ ഇക്വേഷൻ? πr സ്ക്വയർ. എന്താ? πr സ്ക്വയർ. മക്കളെ πr സ്ക്വയർ. അപ്പോ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ഈ ഒരു ചാപ്റ്ററിൽ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ നമുക്ക് പൈതഗോറസ് തിയറം ഒക്കെ നമുക്ക് അറിയാലോ. അപ്പോ ഈസി ആയിട്ട് ഈ ഒരു ചാപ്റ്റർ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് സർക്കിളിന്റെ പെരിമീറ്റർ ആണുള്ള ഇക്വേഷൻ ആണ്, അതാണ് പൈഡി. അല്ലെങ്കിൽ റേഡിയസ് ആണ് തരുന്നെങ്കിൽ 2πr. സർക്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ് πr സ്ക്വയർ. പിന്നെ അറിഞ്ഞിരിക്കുക പൈയുടെ വാല്യൂ ആണ് 3.14. പൈയുടെ വാല്യൂ എത്രയാ? 3.14. പൈയുടെ വാല്യൂ ആണ് 3.14. ഇനി നമുക്ക് ചോദ്യത്തിൽ കിടക്കാം. നമുക്ക് ഇവിടെ ഒരു ചോദ്യമുണ്ട്. കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ ഷോ ബിലോ. എന്താ സർക്കംഫറൻസ് എന്ന് പറയുന്നത്? സർക്കിളിന്റെ സർക്കംഫറൻസ്. വാട്ട് യു മീൻ ബൈ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു എന്താ? സർക്കിളിന്റെ പെരിമീറ്റർ ആണ് സർക്കംഫറൻസ് എന്ന് പറയാം, അല്ലെ? അപ്പോ ഇവിടെ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കണം. അതിൽ നമുക്ക് വേറെ ഒന്നും തന്നില്ല. പക്ഷേ ഈ സർക്കിളിന്റെ ഉള്ളിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്. നോക്കി ശ്രദ്ധിച്ച് നോക്കിയടാ. എന്താണ്? സർക്കിളിന്റെ ഉള്ളിൽ കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, അല്ലെ? അപ്പൊ നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ. എങ്ങനെ സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാം? നമുക്ക് സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. അപ്പൊ ആദ്യത്തത് നമുക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ ഈസി ആയിട്ട് ആദ്യം തുടങ്ങാം. ആദ്യം ഞാൻ ഇത് ചെയ്യാം, രണ്ടാമത്തെ ചെയ്യാം. ഓക്കെ, അപ്പോ രണ്ടാമത്തത് ഞാൻ എങ്ങനെ ചെയ്യും? ഒന്ന് ആലോചിച്ച് നോക്കി. രണ്ടാമത്തെ എങ്ങനെ ഞാൻ ചെയ്യും? എനിക്കറിയില്ലല്ലോ. നോക്കി, നമുക്ക് നോക്കാം. ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട് മക്കളെ. ഒരു സ്ക്വയർ ഉണ്ട്, അല്ലെ? ഒരു സ്ക്വയർ ഉണ്ട്, ശരിയല്ലേ? സർക്കിളിനുള്ള ഒരു സ്ക്വയർ ഉണ്ട്. സ്ക്വയറിന്റെ പ്രത്യേകത എന്താണ്? സ്ക്വയറിന്റെ പ്രത്യേകത വെച്ചാല് 4 ആംഗിൾസും 4 സൈഡ്സും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അപ്പൊ ഇവിടെ രണ്ടാണെങ്കിൽ ഇവിടെ രണ്ടാണ്. ഇനി സർക്കിളിന്റെ പെരിമീറ്റർ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? വേറെ ഒന്നും കൊടുത്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അതെ, ശരി പറയേണ്ടത് എന്താണ് മക്കളെ? എങ്ങനെ കണ്ടുപിടിക്കുക? ഈ സ്ക്വയറിനെ ഞാൻ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യണം, അല്ലെ? അപ്പോ റൈറ്റ് ട്രയാങ്കിൾ ആയി, അല്ലെ? രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയി. അങ്ങനെയാണെങ്കിൽ രണ്ട് റൈറ്റ് ട്രയാങ്കിൾ ആയി, അല്ലെ? അപ്പൊ റൈറ്റ് ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് അറിയെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഏത് തിയറം വഴി? പൈതഗോറസ് തിയറം വഴി നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ ഞാൻ എഴുതേണ്ടത് ഏത് സൈഡാ മക്കൾ? 90 ഡിഗ്രി. ഓക്കെ, 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാ? ഹൈപ്പോട്ന്യൂസ് ആണ്, അല്ലെ? അപ്പോ ഹൈപ്പോട്ന്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ആദ്യം എഴുതേണ്ടത് ഹൈപ്പോട്ന്യൂസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? h സ്ക്വയർ ഈസ് ഇക്വൽ ടു b സ്ക്വയർ പ്ലസ് a സ്ക്വയർ ഈസ് ഇക്വൽ ടു എന്താ? h സ്ക്വയർ ഈസ് ഇക്വൽ ടു 2ന്റെ സ്ക്വയർ പ്ലസ് എത്ര? 2ന്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് 2 സ്ക്വയർ. അപ്പോ h സ്ക്വയർ ഈസ് ഇക്വൽ ടു 4 + 4. h സ്ക്വയർ ഈസ് ഇക്വൽ ടു 8, അല്ലെ? ശരിയല്ലേ? അപ്പൊ h ഈസ് ഇക്വൽ ടു നമുക്ക് ഈ സ്ക്വയർ അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? √8. ഓക്കെ, √8 നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാ √8 സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം? ഒന്ന് ആലോചിച്ച് നോക്കിയേ മക്കളെ. അതെ, ശരിയാണ്, പറഞ്ഞോ. എങ്ങനെയാ? √4 × 2, അല്ലെ? ഇനി എങ്ങനെ എഴുതാം? √4 × √2. അതായത് √4 എന്ന് പറഞ്ഞാൽ 2√2, അല്ലെ? ഈസി അല്ലടാ, ഒരു ബുദ്ധിമുട്ടും ഇല്ല, അല്ലെ? എന്ത് സുഖമായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിച്ചേ? ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിച്ചേ, അല്ലെ? അതെ, ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സർക്കിളിന്റെ ഈ ഒരു ഡയഗണൽ എന്ന് പറയുന്നത്, ശരിയല്ലേ? ആ ഡയഗണൽ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഈ ഡയഗണൽ എന്ന് പറയുന്നത്
നമ്മുടെ സർക്കിളിന്റെ ആരാ ഒന്ന് ആലോചിച്ച് നോക്കി. സർക്കിളിന്റെ സെൻട്രയിൽ കൂടെ പോകുന്ന ലൈനാ നാം എന്ത് പറയും? ഡയാമീറ്റർ എന്ന് പറയും. എന്ത് പറയും? ഡയാമീറ്റർ. ഡയാമീറ്ററിന്റെ പകുതി ആയിരിക്കും മക്കളെ, പകുതി ആയിരിക്കും റേഡിയസ്. എന്താ? ഡയാമീറ്ററിന്റെ പകുതി ആയിരിക്കും റേഡിയസ് എന്ന് പറയാം. ഡയമീറ്റർ എന്തായിരിക്കും മക്കളെ? പകുതി ആയിരിക്കും റേഡിയസ് എന്ന് പറയാം. സംശയം ഉണ്ടാവണ? ഇല്ലല്ല. അങ്ങനെയാണെങ്കിൽ അതേപോലെ തന്നെ സർക്കിളിൽ ഒരു വര വരച്ച് ഇതിനെ കോഡ് എന്ന് പറയാം. എന്താ പറയാ? കോഡ് എന്ന് പറയാം. അപ്പൊ 3 കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചോ. എന്തൊക്കെയാ? ഡയാമീറ്റർ, റേഡിയസ്, കോഡ്. ഓക്കെ, ഡയാമീറ്റർ അറിയാം. സർക്കിളിന്റെ സെന്ററിൽ കൂടെ പോണ വരേനെ എന്താ പറയാ? ഡയാമീറ്റർ എന്ന് പറയാം. ഡയാമീറ്റർ പകുതി ആയിരിക്കും റേഡിയസ് എന്ന് പറയാം. സർക്കിളിൽ ഇവിടെ ഒരു വര വരയ്ക്കണേ എന്ന് പറയാ? കോഡ്. ഓക്കെ, ഈസി അല്ലേ മക്കളെ? അല്ലെ? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി മക്കളെ? സർക്കിളിന്റെ ഡയാമീറ്റർ കിട്ടി അല്ലെ? ഇത് കിട്ടി ഡയാമീറ്റർ. യെസ്, ഡയാമീറ്റർ കിട്ടി. ഓക്കെ, അപ്പോ ഇനി ഡയാമീറ്റർ കിട്ടിക്കഴിഞ്ഞാ നമുക്ക് എന്ത് കാണാം? സർക്കിളിന്റെ പെരിമീറ്റർ കണ്ടുപിടിച്ചൂടെ? എന്താണ് ഇക്വേഷൻ? ഡയാമീറ്റർ ആണ് തരുന്നത്. നമ്മുടെ സർക്കിളിന്റെ പെരിമീറ്റർ ആണോ ഇക്വേഷൻ ആണ് എന്ന് പറയുന്നത്? പൈ ഡി അല്ലെ? എന്താ? പൈ ഡി. അപ്പൊ ഞാൻ ഏത്? പെരിമീറ്റർ ഈസ് ഇക്വൽ ടു പൈ ഡി ഈസ് ഇക്വൽ ടു പൈ ഇൻറ്റു അല്ലെ? ഡി എത്രയാണ് മക്കളെ? ഡയാമീറ്റർ. നമ്മുടെ സ്ക്വയറിന്റെ ഡയഗണല് സർക്കിളിന് എന്താ? ഡയാമീറ്റർ അല്ലെ? അപ്പൊ ഡയാമീറ്റർ നമുക്ക് എന്ത് കിട്ടി? 2√2 അല്ലെ? എന്താ? 2√2. അപ്പൊ എങ്ങനെ എഴുതാ? 2√2 സെന്റിമീറ്റർ അല്ലെ? ബുദ്ധിമുട്ടുണ്ടാടാ? ഇല്ലല്ല. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും ചെയ്യാൻ പറ്റൂല അല്ലെ? ഇത് രണ്ടും ചെയ്യാൻ പറ്റൂലേ? അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യണം? ഒന്ന് ചെയ്ത് നോക്കാം, ഒറ്റക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് രണ്ടും എന്ത് ചെയ്യാ? ഒറ്റക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ശ്രദ്ധിച്ചിരിക്കണേ. നോക്കിയടാ, നോക്കിയേ ഇവിടെ എന്തേ? നമുക്ക് വായിച്ചു നോക്കണം. ഇത് വായിച്ചു നോക്കണം. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചു കാണാറുള്ള ഒരു ചോദ്യമാണ്. നോക്കാം. ഇൻ എ സർക്കിൾ എ കോഡ് 4 സെന്റിമീറ്റർ away ഫ്രം ദി സെന്റർ. ഓക്കെ, ഒരു കോഡ് ഉണ്ട്. കോഡ് അറിയാലോ? കോഡ് എന്താ? കോഡ് നോക്കി, സർക്കിളില ഇതല്ലേ കോഡ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ സെന്ററിൽ നിന്ന് അല്ലെ? സെന്ററിൽ നിന്ന് ആരുണ്ട്? ഒരു കോഡ് ഉണ്ട് അല്ലെ? എത്ര സെന്റിമീറ്റർ? 4 സെന്റിമീറ്റർ അകലെ ഒരു കോഡ് ഉണ്ട്. ഓക്കെ, ആൻഡ് 6 സെന്റിമീറ്റർ ലോങ്. അത് എത്ര സെന്റിമീറ്ററാ? 6 സെന്റിമീറ്റർ ആണ് അല്ലെ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി സർക്കംഫറൻസ് ഓഫ് ദി സർക്കിൾ? അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ എന്ത് കണ്ടുപിടിക്കാൻ? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണം. ചോദ്യം മനസ്സിലായ? ഇൻ എ സർക്കിൾ എ കോഡ് അല്ലെ? എങ്ങനെ? 4 സെന്റിമീറ്റർ away ഫ്രം ദി സെന്റർ. സെന്ററിൽ നിന്ന് 4 സെന്റിമീറ്റർ അകലെ ആരുണ്ട്? ഒരു കോഡ് ഉണ്ട്. അതേപോലെ തന്നെ കോഡിന്റെ എന്ത് ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? 6 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ കണ്ടുപിടിക്കാം സർക്കിളിന്റെ നമ്മുടെ സർക്കംഫറൻസ്? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും എന്നൊന്ന് ആലോചിച്ച് നോക്കണം മക്കളെ. എങ്ങനെയാണ്? ഇവിടെ ഒരു വഴിയും കാണില്ല അല്ലെ? അപ്പോഴാണ് ചിന്തിക്കേണ്ടത്. നമുക്ക് എന്ത് പഠിച്ചിട്ടുണ്ട്? പൈതഗോറസ് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആക്കാൻ പഠിച്ചിട്ടുണ്ട്. സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരറ്റത്തേക്ക് വരയ്ക്കാനാണ് വിചാരിക്കുക. ഈ ഒരറ്റത്തേക്ക് വരച്ച് ഇതിനെന്താ പറയാ? ഈ ഒരു ലൈൻ എന്താ പറയാ? റേഡിയസ് അല്ലെ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് ഒരറ്റത്തേക്ക്, സർക്കിളിന്റെ മറുവറ്റത്തേക്ക് വരയ്ക്കുന്ന സാധനത്തിന് പറയാ ഒരു വര റേഡിയസ് അല്ലെ? അപ്പോ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ സർക്കിളിന്റെ സെന്ററിൽ നിന്നാണ്. അങ്ങനെ ഇത്രയും ഭാഗം എന്തായിരിക്കും? 3 ആയിരിക്കൂലേ മക്കളെ? ഇത്രയും ഭാഗം 3 അല്ലേ? ഇവിടെയും 3 ആയിരിക്കൂലേ? സെന്റർ അല്ലേ? അപ്പൊ സെന്ററിൽ 6 സെന്റിമീറ്റർ പകുതി 3. അങ്ങനെയാണെങ്കിൽ ഇത് എന്ത് വഴി തന്നെ കണ്ടുപിടിക്കാം? പൈതഗോറസ് തിയറം വഴി. ഏത് സൈഡാ? 90 ഡിഗ്രി അല്ലെ? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആരാ? ഹൈപ്പോട്ന്യൂസ് അല്ലെ? ഹൈപ്പോട്ന്യൂസ് ആണ് ഇക്വേഷൻ എന്താ? h സ്ക്വയർ അല്ലെ? h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ h സ്ക്വയർ ഈസ് ഇക്വൽ ടു എന്താ? ബേസ് എത്ര മക്കളെ? 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ. അപ്പോ h സ്ക്വയർ ഈസ് ഇക്വൽ ടു 9 പ്ലസ് 60 അല്ലെ? അപ്പോ h സ്ക്വയർ ഈസ് ഇക്വൽ ടു എത്ര? 16 പ്ലസ് 9 എത്ര മക്കളെ? 25 അല്ലെ? എത്രയാ? 25. അപ്പോ h ഈസ് ഇക്വൽ ടു √25. അപ്പോ √25 പറഞ്ഞാൽ എത്ര മക്കളെ? 5. ഇനി എന്ത് കണ്ടുപിടിക്കുക? സർക്കിളിന് എന്ത് കണ്ടുപിടിക്കുക? എന്താ കിട്ടി? ഡയാമീറ്റർ കിട്ടി ആണോ? ഡയാമീറ്റർ ആണോ കിട്ടിയേ? അല്ലല്ല അല്ലെ? ശരിയല്ലേ? ഇതെന്താ കിട്ടിയേ? സർക്കിളിന് എന്താ കിട്ടിയേ? റേഡിയസ് ആണ്. അത് ഓർക്കണം. എന്താ കിട്ടിയേ? സർക്കിളിന്റെ റേഡിയസ്. സർക്കിളിന്റെ റേഡിയസ് ആണെങ്കിൽ കിട്ടിയ ഇക്വേഷൻ എന്താണ്? 2πr അല്ലെ? അപ്പോ 2 ഇൻറ്റു പൈ ഇൻറ്റു എത്ര? 5. അപ്പൊ 2 ഇൻറ്റു 5 10. അപ്പൊ 10 സെന്റിമീറ്റർ ആണ് സർക്കിളിന്റെ എന്തെന്ന് പറയണത്? സർക്കംഫറൻസ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്. സംശയമില്ലല്ലോടാ? ഉറപ്പല്ലേ? അപ്പൊ അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാ. ശ്രദ്ധിച്ചിരിക്കണേ. മക്കളെ, ഒരു ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ് ഇത്. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾ ഇത് ചെയ്യണം. ഓക്കെ, അപ്പോ ഞാൻ വായിക്കാം. The figure below shows an isosceles triangles of base and height 4 cm drawn with vertices on a circle
കാൽക്കുലേറ്റ് ദി സർക്കംഫറൻസ്. എന്താ കണ്ടുപിടിക്കാൻ പറയണ? സർക്കംഫറൻസ് കണ്ടുപിടിക്കാം. എന്താ കണ്ടുപിടിക്കേണ്ടത്? സർക്കംഫറൻസ്. ഇവിടെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ഇവിടെ എങ്ങനെ ഞാൻ സർക്കിളിന്റെ സർക്കംഫറൻസ് കണ്ടുപിടിക്കും? ഒന്നില്ലെങ്കിൽ എനിക്ക് ഡയാമീറ്റർ അറിയണം, അല്ലെങ്കിൽ എനിക്ക് റേഡിയസ് അറിയണം. ഇതെവിടെ എനിക്ക് എന്തെങ്കിലും അറിയാൻ പറ്റാൻ വല്ല വഴിയുണ്ടോ? അല്ലെ, എന്തെങ്കിലും ആലോചിച്ച് നിങ്ങൾ നോക്കി, ശരിക്കും നോക്കി, എന്തിനും നോക്കി, ഇല്ലല്ല. അപ്പോ ഞാൻ ഇതിനാ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യണം മക്കളെ, ശ്രദ്ധിച്ചിരുന്നോളെ. ഞാനിവിടെ സെന്ററിൽ നിന്ന് ഈ ഒരു വര ഇങ്ങോട്ടൊക്കെ വരയ്ക്കണം. അല്ലെ, ഇതിനെന്താ പറയാമ? റേഡിയസ്. ഇതിനെന്താ പറയാ? റേഡിയസ്. സംശയം ഉണ്ടോ? ഇല്ലല്ല. ഇത് മൊത്തത്തിൽ 4 ഇത് മൊത്തത്തിൽ എത്രയാ? 4. ഇത് മൊത്തത്തിൽ 4. ഇവിടെ നിന്ന് അങ്ങോട്ടും സർക്കിളിന് എന്താ പറയാ? റേഡിയസ് അല്ലേ? സർക്കിളിന്റെ സെന്ററിൽ നിന്ന് നോക്കണല്ലേ. അപ്പോ ഇത്രയും ഭാഗത്തിനാ എന്ത് എഴുതാ? ഇത്രയും ഭാഗത്തിന് എന്ത് എഴുതാ? ഇത്രയും ഭാഗത്തിന് എന്തോ എഴുതാൻ പറ്റൂല. ഇത് മൊത്തത്തിൽ നോക്കിയ ഒരു എക്സാമ്പിൾ പറയാ. ഇത് മൊത്തത്തിൽ 6 ആണെന്ന് വിചാരിക്കാം, 6 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. ഓക്കെ, 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഭാഗം 2ഉം ഇത്രയും, അങ്ങനെ ഇത്രയും ഭാഗം എന്തായിരിക്കും? ഇത്രയും ഭാഗം എന്തായിരിക്കും? 6ൽ നിന്ന് 2 കുറയ്ക്കണല്ലേ? എന്താ? 6ൽ നിന്ന് 2 കുറയ്ക്കണല്ലേ? 6ൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 3. അതല്ലേ ഇത്രയും ഭാഗം. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് എന്താണ്? ഇത്രയും ഭാഗം 6 അല്ലെ? റേഡിയസ് ആയതുകൊണ്ട് 6, മൊത്തത്തിൽ 4. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? 4 മൈനസ് 6. 4 മൈനസ് 6. സംശയമില്ലല്ലോടാ അല്ലെ? അപ്പോ നമുക്കിവിടെ നോക്കാം. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ എടുക്കണം. ഇവിടെ ഒരു റൈറ്റ് ട്രയാങ്കിൾ ഉണ്ടാ, ഇതിനെ എടുക്കുകയാണ്. അപ്പോ ഇവിടെ 2 സെന്റിമീറ്റർ, ഇവിടെ 2 സെന്റിമീറ്റർ അല്ലെ? അപ്പോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് വരച്ച് എഴുതാം. അതെ, 4 മൈനസ് 6ഉം 6ഉം 2. ഇതിന്റെ ഹൈപ്പോട്ടന്യൂസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം നമുക്ക്. എന്താ ഇക്വേഷൻ? h സ്ക്വയർ. മൂളിക്ക് എഴുതാം കേട്ടോ. h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പൊ നോക്കിയടാ, h സ്ക്വയർ ഈസ് ഇക്വൽ ടു ബേസ് എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ അല്ലെ? 2 സ്ക്വയർ പ്ലസ് 4 മൈനസ് r അല്ലെ? അതിൽ ഓൾട്ടിറ്റ്യൂഡ്. അപ്പോ 4 മൈനസ് r ഓൾ സ്ക്വയർ. ഇനി നമുക്ക് നോക്കിയടാ, ഈ h സ്ക്വയർ എന്ന് പറയുന്ന ഹൈപ്പോട്ടന്യൂസ് എത്രയാ? 6 അല്ലേ? അപ്പോ r സ്ക്വയർ ഈസ് ഇക്വൽ ടു 2ന്റെ സ്ക്വയർ മക്കൾ എത്രയാ? 4 പ്ലസ്. ഇനി നോക്കി, 4 മൈനസ് r ഓൾ സ്ക്വയർ. 4 മൈനസ് r ഓൾ സ്ക്വയർ എവിടെങ്കിലും എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കി. 4 മൈനസ് r ഓൾ സ്ക്വയർ 8ാം ക്ലാസ്സിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഓക്കെ, അപ്പോ ഇവിടെ നോക്കി, a മൈനസ് ബി ഓൾ സ്ക്വയർ അറിയോ എല്ലാവർക്കും? ഇത് അറിയാമായിരിക്കും അല്ലെ? എന്താ? a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab അല്ലെ? ശരിയല്ലേ? അപ്പൊ ഈ 4 മൈനസ് 6 ഓൾ സ്ക്വയർ എങ്ങനെ എഴുതാ? 4 മൈനസ് r ഓൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4. ആദ്യം എയുടെ പൊസിഷൻ ഉള്ളവരല്ലേ? അപ്പൊ 4 അല്ലെ? 4 സ്ക്വയർ പ്ലസ് ബിയുടെ പൊസിഷൻ ആരാ? r സ്ക്വയർ മൈനസ് 2ab, അതായത് 2ab. a എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു r. സംശയമില്ലടാ. ഇനി നോക്കിയേ, 4ന്റെ സ്കോർ എന്ന് പറഞ്ഞാൽ 16 പ്ലസ് 6ന്റെ സ്കോർ r സ്ക്വയർ മൈനസ് 4 ഇൻറ്റു 2ab അല്ലെ? 2 ഇൻറ്റു 4 ഇൻറ്റു 2 8. 8 ഇൻറ്റു 6 8r. 8 ഇൻറ്റു 6 8r. സംശയമില്ല. അപ്പോ ഇവിടെ എങ്ങനെ എഴുതാം? നമുക്ക് എങ്ങനെ എഴുതാം? 16 പ്ലസ് r സ്ക്വയർ മൈനസ് 8r. സംശയമില്ലടാ അല്ലെ? ഇനി അടുത്ത സ്റ്റെപ്പാണ്. ഈ 6-നെല്ലാം ഞാൻ ഒരുമിച്ചാക്കിയാണ് 6. അപ്പോ ഇവിടെ ഓൾറെഡി ഒരു r സ്ക്വയർ ഉണ്ട്. അപ്പോ ഈ പോസിറ്റീവായ r സ്ക്വയർ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? മൈനസ് r സ്ക്വയർ ഈസ് ഇക്വൽ ടു, ഇനി എന്താ? ഒരാൾ കൂടെ ഉണ്ട് അല്ലെ? ഈ മൈനസ് 8r ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും? പ്ലസ് 8r. ഇനി ഇവിടെ 2 മക്കളെ 4 ഉണ്ട് 16 ഉണ്ട്. ഇനി നോക്കി, r സ്ക്വയർ എന്തായി? r സ്ക്വയർ മൈനസ് r സ്ക്വയർ 0. ബാക്കി ആരുണ്ട്? 8r ഈസ് ഇക്വൽ ടു 14 പ്ലസ് 16 അല്ലെ? അപ്പൊ 4 പ്ലസ് 16 8r ഈസ് ഇക്വൽ ടു 20. അങ്ങനെയാണെങ്കിൽ r ഈസ് ഇക്വൽ എന്തായിരിക്കും? 20/8. എന്താ r ഈസ് ഇക്വൽ? എന്താ? 20/8. ഇനി 6 കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ മക്കളെ? 6ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി അതൊന്ന് ആലോചിച്ച് നോക്കി. r ഈസ് ഇക്വൽ ടു റേഡിയസ് കിട്ടണം അല്ലെ? എന്താ? റേഡിയസ് നമുക്ക് കിട്ടണം. അപ്പൊ ഇതിന് ഞാനൊന്ന് ചെറുതാക്കാൻ പോയി. ഇതാ ജസ്റ്റ് ഒന്ന് ചെറുതാക്കാൻ പോയി കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണേ. ചെറുതാക്കുമ്പോ നമുക്ക് നോക്കാം. 8ൽ എത്ര 4 ഉണ്ട്? അല്ലെങ്കിൽ 20ൽ എത്ര 4 ഉണ്ട്? 5 അല്ലെ? 8ൽ എത്ര 4 ഉണ്ട്? 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 5/2. 5/2. ഇനി നമുക്കൊന്ന് സർക്കിൾ ഉണ്ടാ എന്ന് കണ്ടുപിടിച്ച് നോക്കാം. പെരിമീറ്റർ കണ്ടുപിടിച്ച് നോക്കാം കേട്ടോ. എന്താണ്? 2πr സ്ക്വയർ. 2πr ട്ടോ നോക്കളെ. 2πr. അപ്പോ നോക്ക, എന്താ? 2 ഇൻറ്റു π ഇൻറ്റു 5/2.
അപ്പോ ഈ രണ്ടിനെ എന്ത് ചെയ്യാം, ക്യാൻസൽ ചെയ്ത് തരാം. അപ്പോ പൈ സെന്റിമീറ്റർ ആണ് നമ്മുടെ എന്ത് കാണുന്ന സർക്കിളിന്റെ ഈ ഒരു സർക്കിളിന്റെ എന്തെന്ന് പറയണത് സർക്കംഫറൻസ് എന്ന് പറയണത് അല്ലെ, എന്തെന്ന് പറയണത് സർക്കംഫറൻസ്. ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ചോദ്യം മാറിയിട്ടുണ്ട്. അതായത് സർക്കിളിന് എന്ത് കാണാൻ പറഞ്ഞേക്കണം നോക്കി. സർക്കിളിന് വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി സർക്കിൾ. ഇത് നമുക്കറിയാം, എന്താ ദി ലെങ്ത് ഓഫ് എ കോഡ് 3 സെന്റിമീറ്റർ ഫ്രം എ സെന്റർ. അറിയാലോ, നമ്മൾ ഇപ്പൊ തന്നെ എഴുതുള്ളൂ അല്ലെ, പക്ഷെ എന്താണെന്നുള്ളൂ, ഏരിയ ആണെന്നുള്ളൂ അല്ലെ. ഏരിയ ആണ് ഇക്വേഷൻ, ആണ് ഏരിയ ഈസ് ഇക്വൽ ടു എന്താ പൈ ആർ സ്ക്വയർ. ഇത് നിങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്താൽ മതി കേട്ടാ, ചെയ്യണോട്ടാ, നിർബന്ധമായിട്ട് ചെയ്യണേ, എല്ലാവരും ചെയ്യണം. ഇനി നോക്കാം, ഇവിടെ ദേ ഇമ്പോർട്ടന്റ് ആയ ഒരു ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. നോക്കാം, in each of the picture below the difference between the area of the circle and the area of the regular polygon called the two decimal forms അല്ലെ. അപ്പോ നമുക്കിവിടെ ഒരു സർക്കിളും കാണുന്നുണ്ട്, അതിലൊരു പോളിഗണും കാണുന്നുണ്ട്. അപ്പോ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കണം, സർക്കിളിന്റെ ഏരിയയും അതേപോലെ തന്നെ നമ്മുടെ പോളിഗണിന്റെ ഏരിയയും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ ഞാനിപ്പോ ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോ ഞാൻ എന്ത് ചെയ്യാം, ഇത് ചെയ്യാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോ ഞാനിവിടെ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പോകുന്നത്. സർക്കിളിന്റെ ഏരിയ കേട്ടാ, ഈ ഒരു രണ്ടാമത്തെ പിക്ചറാണ് ഞാൻ ചെയ്യണം. സർക്കിളിന്റെ ഏരിയ കേട്ടാ, ഇത് നിങ്ങൾക്ക് ഹോംവർക്ക് ആണ്, ഇത് ഹോംവർക്ക് ആണ്ടാ. ഓക്കെ, സർക്കിളിന്റെ ഏരിയ ചെയ്യാൻ പോകും കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം സർക്കിളിന്റെ എന്തറിയാ, ഡയാമീറ്റർ അറിയാം. സർക്കിൾ എന്തറിയാടാ, ഡയാമീറ്റർ അറിയാം. അപ്പൊ ഞാൻ എഴുതിയിരുന്നു, നോക്കി, ഡയാമീറ്റർ ഓഫ് എ സർക്കിൾ, ഡയാമീറ്റർ of a circle is equal to 4 centimeter. ഞാൻ തുടക്കത്തിൽ ഒരു കാര്യം പറയുന്നത് ഓർക്കണ്ട, എന്താണെന്ന് ഓർക്കണ്ട. ഡയാമീറ്റർ 4 ആണെങ്കിൽ ഡയാമീറ്ററിന്റെ പകുതി വരെയായിരിക്കും റേഡിയസ് ആയിരിക്കും അല്ലെ. അപ്പോ റേഡിയസ് എന്തായിരിക്കും, 4/2 is equal to 2 centimeter. സർക്കിളിന്റെ എന്തറിയാ, റേഡിയസ് അറിയാം. അപ്പൊ എന്താണ് കണ്ടുപിടിക്കുക, ഏരിയ കണ്ടുപിടിച്ചോളി. എന്താണ് ഏരിയ ഓഫ് സർക്കിൾ is equal to ഏരിയ of circle is equal to pi r square is equal to pi into 2 square is equal to pi into 4 is equal to എന്താ 4 pi centimeter square. ഇതിനാ എന്തിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്, ഡെസിമൽ പ്ലേസിലേക്ക് മാറ്റാൻ പറഞ്ഞു. അപ്പൊ എന്ത് കൊടുക്കുക, പൈക്ക് വാല്യൂ കൊടുക്കുക, 4 into pi അല്ലെ. 4 into pi എന്ന് പറഞ്ഞ പൈയുടെ വാല്യൂ ഞാൻ പറഞ്ഞു, എത്രയാ പൈയുടെ വാല്യൂ, എത്രയാ 3.14 അല്ലെ. അപ്പോ എന്ത് കിട്ടും, 3.14 into 4, 6 1 4 4 1 5 അല്ലെ, 4 3 12. എത്ര സ്ഥാനം നീക്കി, 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുമ്പോ 12.56 ആണ് സർക്കിളിൽ എന്തെന്ന് പറയണത്, ഏരിയ. ഇനി ആ പോളിഗണിന്റെ ഏരിയ ഒന്ന് കണ്ടല്ലോ. ഓക്കെ, എങ്ങനെ ഞാൻ ഈ പോളിഗണിന്റെ ഏരിയ ആണ് എന്നാലോചിച്ച് നോക്കി, എങ്ങനെയാണ് ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ മക്കളെ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നാലോചിച്ച് നോക്കി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പോ ഞാൻ ഇതിനാ എന്താക്കാൻ പോണി, ഡിവൈഡ് ചെയ്യാൻ പോകും. ശ്രദ്ധിക്കുക, ഇതിന്റെ ഞാൻ ഈ ഡയഗണൽ തമ്മിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിങ്ങൾ എന്തെങ്കിലും കാണണ്ട, ട്രയാങ്കിൾ കാണുന്നുണ്ട്, ശരിയല്ലേ. എന്താണ് ട്രയാങ്കിൾ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതിന്റെ ഉള്ളിലുള്ള ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിളാ മക്കളെ, ഈക്വിലാറ്ററൽ ട്രയാങ്കിളാ. എന്ത് ട്രയാങ്കിളാ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അതിന്റെ പ്രത്യേകത എന്താ, 3 സൈഡ്സും 3 ആംഗിൾസും എന്താണ് മക്കളെ, ഈക്വൽ ആണ്. അപ്പോ ഇവിടെ 2 സെന്റിമീറ്റർ റേഡിയസ് ആണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള സൈഡ്സ് എന്തായിരിക്കും, 2 സെന്റിമീറ്റർ വെച്ച് തന്നെ ആയിരിക്കൂലേ അല്ലെ. അപ്പോ ആദ്യം എന്തറിയണം, ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ അറിയണം. അപ്പൊ ഞാൻ എഴുതുന്നത് നോക്കി, ശ്രദ്ധിച്ചിരിക്കണേ. ട്രയാങ്കിളിന്റെ ഏരിയ എന്താ, ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ ആണ് ഇക്വേഷൻ എന്താണ്, √3/4a². അങ്ങനെയാണെങ്കിൽ √3/4 a എന്ന് പറഞ്ഞ സൈഡാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സൈഡ് അല്ലേ. അപ്പോ എന്താ, ഇതെന്താണ് സൈഡ് എത്രയാ, 2 അല്ലെ, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഇത് രണ്ടും എന്തെങ്കിലും ക്യാൻസൽ ആയി, ബാക്കി എന്താണ് √3 വാല്യൂ 1.732. ഇനി ഇതേപോലത്തെ എത്ര എണ്ണം ഉണ്ട് ട്രയാങ്കിള് നോക്കി, 1 2 3 4 5 6 അല്ലെ. അപ്പോ എങ്ങനെയായിരിക്കും, ഏരിയ is equal to 6 into 1.732. ഒന്ന് ചെയ്ത് നോക്കിയേ, വേഗം ചെയ്ത് നോക്കിയേ. 6 into 1.732 into 6, 6 2 12 1 18 1 19 1 6 7 എത്ര മക്കളെ, എത്രയാണ് ഓർക്കണ്ട, എത്രയാണ് 46
2 അല്ലെ 42 പ്ലസ് 1 43 4 10 അല്ലെ. ഇനി എന്ത് കിട്ടി 10.392. ഇനി രണ്ടിന്റെയും ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? എന്താണ് നോക്കിയേ, ചോദ്യം നോക്കിയേ, എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെ, ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പൊ എന്ത് ചെയ്യണം മക്കളെ? മൈനസ് ചെയ്യണോ അല്ലെ. അപ്പൊ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊക്കെ മൈനസ് ചെയ്യണം? 12.56 മൈനസ് 10.39 അല്ലെ. ഇത് ഡിഫറൻസ് എന്ത് ചെയ്യാ? എഴുതി വെക്കാം കേട്ടാ. ഈസി അല്ലേ? അപ്പൊ ആദ്യം അറിയേണ്ടത് സർക്കിളിന്റെ ഏരിയ അറിയണം. അതിനുശേഷം എന്തിന്റെ ഏരിയ അറിയണം? നമ്മുടെ ഹെക്സഗന്റെ ഏരിയയും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചോദ്യം ചെയ്ത് കഴിയാൻ പറ്റും അല്ലെ. ഡിഫറൻസ് കാണാൻ മാർക്ക് ചെയ്തിട്ട് അവസാനം ഡിഫറൻസ് കാണാൻ മാർക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? അവസാനത്തെ ചോദ്യത്തിലേക്ക് പോകാം. അവസാന ചോദ്യം ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. അവസാനത്തെ ചോദ്യം. അപ്പോ ഈ ഒരു സർക്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കും? ഞാൻ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാം മക്കളെ? ഇതിന് ഒരു ഡയഗണൽ വരച്ചെടുക്കണം. ഈ സ്ക്വയറിനെ ഒരു ഡയഗണലിൽ വരച്ചു കൊടുക്കണം. അപ്പോ ഡയഗണൽ സ്ക്വയറിന്റെ ഡയഗണൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ എന്താണ്? സർക്കിളിന് എന്താ? ഡയാമീറ്റർ അല്ലെ. എന്താ? ഡയാമീറ്റർ. അപ്പോ സ്ക്വയറിന്റെ പ്രത്യേകത എന്താ? ഇവിടെ 3 സെന്റിമീറ്റർ ആണ്, ഇവിടെ എന്ത് തന്നെയായിരിക്കും? 3 സെന്റിമീറ്റർ ആണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലേ? ഇതും ഹോംവർക്ക് ആണ്, ഇതും ചെയ്ത് വെക്കാട്ടാ കേട്ടാ. നിർബന്ധമായിട്ടും ഇത് ചെയ്യട്ടെ എല്ലാവരും. ഓക്കെ. അപ്പോ എല്ലാവരും ഈ ചാപ്റ്ററിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ടത് 2 കാര്യങ്ങൾ, 3 കാര്യങ്ങൾ മൊത്തത്തിൽ പഠിക്കുക. സർക്കിളിന്റെ കോഡ് എന്താണെന്ന് അറിയണം. ഡയാമീറ്ററിന്റെ പകുതി ആയിരിക്കും എന്ന് പറയാ, റേഡിയസ് എന്ന് പറയാ. പിന്നെ സർക്കിളിന്റെ പെരിമീറ്റർ റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ 2πr ആണ് ഇക്വേഷൻ. അല്ലെങ്കിൽ എന്താ? ഡയാമീറ്റർ ആണെങ്കിൽ πd ആയിരിക്കും ഇക്വേഷൻ. പിന്നെ സർക്കിളിന്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ആണ് πr². ഇത്രയും കാര്യങ്ങൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ ആലോചിക്കുക ഡയാമീറ്റർ കേട്ടാ, മറക്കരുത്. ഓക്കെ, താങ്ക് യു.